ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ദി ചാപ്റ്റർ സെറ്റ്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സബ്സെറ്റ്സ് എന്ന് കണ്ടു അല്ലേ? അതായത് ഒരു സെറ്റിനെ എപ്പോഴാണ് നമ്മൾ മറ്റൊരു സെറ്റിന്റെ സബ്സെറ്റ് എന്ന് പറയുന്നത്? ഒരു സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും മറ്റൊരു സെറ്റിലുണ്ടെങ്കിൽ അതിലെ ഫസ്റ്റ് സെറ്റിനെ നമ്മൾ സെക്കൻഡ് സെറ്റിന്റെ സബ്സെറ്റ് ആണെന്ന് പറയും അല്ലെ? അതല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സബ്സെറ്റ്സ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റുകൾ ഏതെല്ലാമാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റുകൾ ഏതെല്ലാമാണ് എന്ന് അറിയണമെങ്കിൽ എന്താണ് റിയൽ നമ്പർ എന്ന് അറിഞ്ഞാൽ മാത്രം മതി. എന്താണ് റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, കളക്ഷൻ ഓഫ് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് ആർ കോൾഡ് റിയൽ നമ്പേഴ്സ് ആണ് അല്ലെ? അതായത് റാഷണൽ നമ്പറുകളും ശ്രദ്ധിച്ചോ, റിയൽ നമ്പേഴ്സ് എന്താണെന്ന് പറയുന്നത്. റിയൽ നമ്പേഴ്സ് എന്താണ്? അതില് റാഷണൽ നമ്പേഴ്സ് വരും അല്ലെ? റാഷണൽ നമ്പേഴ്സും അതുപോലെ ഇറാഷണൽ നമ്പേഴ്സും ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലെ? ഈ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പറുകളെയും നമ്മൾ എന്താന്ന് പറയാ? റാഷണൽ നമ്പേഴ്സ് ആണെന്ന് പറയും അല്ലെ? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പർ എന്ന് പറയുമ്പോൾ അതിൽ ഫ്രാക്ഷൻസ് വരും അല്ലെ? ഫ്രാക്ഷൻസ് വരും. അതുപോലെ അത് മാത്രമാണ് വരിക, നാച്ചുറൽ നമ്പേഴ്സ് വരൂലേ? നാച്ചുറൽ നമ്പേഴ്സിന് നമുക്ക് P/Q ഫോമിൽ എഴുതി കൂടെ? ഏതായാലോ ഒരു 4 ഒരു നാച്ചുറൽ നമ്പർ ആണ് അല്ലെ? 4 നമുക്ക് എന്ത് ചെയ്താം? 4/1 എന്ന് എഴുതാം അല്ലെ? ഇവിടെ അതായത് P/Q ഫോമിൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ PQ എന്ന് പറയുന്നത് എന്താണ്? ഇന്റിജേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോ. അപ്പോ ഇനി നാച്ചുറൽ നമ്പേഴ്സ് അപ്പൊ ഇതിൽ വരും. നാച്ചുറൽ നമ്പേഴ്സ് മാത്രമാണോ വരിക? ഇന്റിജേഴ്സ് വരും അല്ലെ? ഇന്റിജേഴ്സ് നമ്മൾ Z കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്പറുകൾ? -3, -2, -1, 0, 1, 2, 3 എക്സെട്ര അല്ലെ? അതുപോലെ ബാക്കിലോട്ട് -1, -2, -3, -4 എക്സെട്ര അല്ലെ? അതാണ് ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇന്റിജേഴ്സ് ഏതിൽ വരുന്നതാണ്? P/Q ഫോമിൽ എഴുതാൻ പറ്റും ഇന്റിജേഴ്സിനെയും. അതെല്ലാം ഏതിലാണ് വരുന്നത്? റാഷണൽ നമ്പേഴ്സിലാണ് അല്ലെ? അല്ല നമുക്ക് അറിയാവുന്നതാണ്. ഈ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പറുകളെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. അതായത് √2, √3, പൈ. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഇറാഷണൽ നമ്പേഴ്സ് ആണ് അല്ലെ? അപ്പൊ ഇതെല്ലാം ചേർന്നതാണ് എന്ത്? റിയൽ നമ്പേഴ്സ് ആണല്ലോ. അപ്പൊ ഇതെല്ലാം ഏതിന്റെ സബ്സെറ്റുകളായിരിക്കും? റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റുകളായിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ഓരോന്നും എഴുതി നോക്കാം. ഓക്കെ, അപ്പൊ ഇതിലെ ഫസ്റ്റ് ഒന്നാണ് സെറ്റ് ഓഫ് natural numbers. Set of natural numbers. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് എന്താണ്? റിയൽ നമ്പറിന് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, നാച്ചുറൽ നമ്പറുകൾ നമ്മൾ ക്യാപിറ്റൽ N കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക കേട്ടോ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 1, 2, 3, 4, 5, 6 എക്സെട്ര അല്ലെ? ഇതിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലെ? നാച്ചുറൽ നമ്പേഴ്സ് അപ്പൊ ഏതിന്റെ സബ്സെറ്റ് ആണ്? റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. രണ്ടാമത് നമുക്ക് എന്തെടുക്കാം? The set of integers. Set of integers. Integers നമ്മൾ ക്യാപിറ്റൽ Z കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാറ്. ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? എക്സെട്ര -3, -2, -1, 0, 1, 2, 3 എക്സെട്ര. ഇതാണ് എന്ത്? സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് -1, -2, -3 എക്സെട്ര. ഈ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ഈ നമ്പറുകളെല്ലാം ഏതിൽ പെട്ടത് തന്നെയാണ്? റിയൽ നമ്പേഴ്സിൽ പെട്ടതാണ് അല്ലെ? അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് എന്ന് പറയുന്നത് ഏതിന്റെ സബ്സെറ്റ് ആണ്? റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. ഇനി നമുക്ക് ഏതാണെന്ന് പറയാം? ദി സെറ്റ് ഓഫ് റാഷണൽ നമ്പർ. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ Q കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാറ്. ഇനി എന്താണ് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ? P/Q ഫോമിൽ എഴുതുന്ന നമ്പറുകളെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം അല്ലെ? അതായത് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? Q equal to set of all x such that x equal to P/Q. ഇവിടെ PQ എന്നെല്ലാം പറയുന്നത് എന്താണ്? PQ belongs to എന്താണ്? ഇന്റിജേഴ്സ് ആണ് കേട്ടോ. PQ എന്താണ്? ഇവിടുത്തെ PQ എന്ന് പറയുന്നത് എന്താണ്? ഇന്റിജേഴ്സ് ആണ്. അതായത് ഈ സെറ്റിലുള്ള ഏത് നമ്പറും ഇവിടെ Pക്കും Qനും വരാം. പക്ഷെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. Q എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം.
ക്യൂ എന്ന് പറയുന്നത് 0 ആവാൻ പാടില്ല. ക്യൂ 0 ആയുള്ള പ്രശ്നം എന്താ? ഇപ്പൊ 2/0, 3/0, -3/0 നമുക്ക് അതിന് ആൻസർ ഉണ്ടോ? ഇല്ല. അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂല അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ക്യൂ എന്ന് പറയുന്നത് അതായത് ഡിനോമിനേറ്റർ എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. ഇങ്ങനെയുള്ള എല്ലാ നമ്പറുകളെയും നമ്മൾ എന്താണ് പറയാ? റാഷണൽ നമ്പേഴ്സ് എന്നാണ് പറയാ. ഓക്കെ ആണല്ലോ. റാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ ഒരുപാടുണ്ട്. ഓക്കെ, അതായത് നമുക്ക് സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറ്റൂല. ഓക്കെ, ഇങ്ങനെ ഇതുപോലെ ഓർഡറിൽ എഴുതാൻ പറ്റൂല. അതായത് 4/3, 7/5. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു. ഇതെല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിളുകളാണ് അല്ലെ. അപ്പൊ റാഷണൽ നമ്പേഴ്സ് ഏതിൽ വരുന്നതാണ്? റിയൽ നമ്പേഴ്സിന്റെ ഉള്ളിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റ് എന്ന് പറയുന്നത് ഏതിന്റെ സബ്സെറ്റ് ആണ്? റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. ഓക്കെ, ഇനി ഇത് ഏതാണ് വരിക? സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് വരും അല്ലെ. ഇറാഷണൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് irrational numbers. Okay, okay, capital T ട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? റാഷണൽ നമ്പേഴ്സ് അല്ലാത്ത നമ്പറുകളെല്ലാം എന്താണ്? ഇറാഷണൽ നമ്പേഴ്സ് ആണല്ലേ. അതായത് അതിന് നമുക്ക് P/Q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത നമ്പറുകളെ നമ്മൾ എന്തെന്ന് പറയാ? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം അല്ലെ. അതിന് എക്സാമ്പിൾ ആണ് എന്ത്? √2, √3, തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു √3, അതുപോലെ പൈ എല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഇറാഷണൽ നമ്പറുകൾക്ക് എക്സാമ്പിളുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ടി യെ ഡിഫൈൻ ചെയ്യാം? ടി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ബിലോങ്സ് ടു ആർ ആണ്. ഓക്കെ, എക്സ് ബിലോങ്സ് ടു ആർ ആണ്. റിയൽ നമ്പേഴ്സിലുള്ള എലമെന്റ്സ് ആണ് റാഷണൽ നമ്പേഴ്സിൽ വരുന്നത്. പക്ഷെ അത് എന്താവാൻ പാടില്ല? റാഷണൽ നമ്പർ ആവാൻ പാടില്ല. ഓക്കെ, എക്സ് നോട്ട് ബിലോങ്സ് ടു റാഷണൽ നമ്പേഴ്സ്. അതായത് റാഷണൽ നമ്പേഴ്സ് അല്ലാത്ത എല്ലാ റിയൽ നമ്പേഴ്സും എന്താണ്? ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നമ്മൾ തൊട്ട് മുന്നേ കണ്ടു. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഏതിന്റെ സബ്സെറ്റുകളാണ്? ഏതിന്റെ സബ്സെറ്റുകളാണ്? റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റുകളാണ്. ഏതെല്ലാമാണ്? നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ്, ഇന്റിജേഴ്സ്, പിന്നെ ഏതാണ്? റാഷണൽ നമ്പേഴ്സ്, അതുപോലെ ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഇതെല്ലാമാണ് നാച്ചുറൽ നമ്പേഴ്സ്, ഇന്റിജേഴ്സ്, പിന്നെ റാഷണൽ നമ്പേഴ്സ്, പിന്നെ അതുപോലെ ഇറാഷണൽ നമ്പേഴ്സ്. ഇതെല്ലാം ഏതിന്റെ സബ്സെറ്റ് ആണ്? റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണല്ലേ. സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, NZ, QT എന്ന് പറയുന്ന എല്ലാം റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. ഇനി ഇവിടെ നോക്കൂ, ഇതിൽ എന്തെങ്കിലും സബ്സെറ്റ് റിലേഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കാൻ പോകും. നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് ഇന്റിജേഴ്സിന്റെ സബ്സെറ്റ് അല്ലേ? സംശയം ഉണ്ടോ? ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? -3, -2, -1, 0, 1, 2, 3, 4 എക്സെട്ര അല്ലെ. ഇവിടുന്ന് ഇങ്ങോട്ടോ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? ഇന്റിജേഴ്സിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഓക്കെ, ഇനി ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റാഷണൽ നമ്പേഴ്സ് അല്ലെ. നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന റാഷണൽ നമ്പേഴ്സിന്റെയും സബ്സെറ്റ് ആണ് അല്ലെ. കാരണം എല്ലാ റാഷണൽ നമ്പേഴ്സ് നോക്കിയാൽ നമുക്ക് അതിൽ നാച്ചുറൽ നമ്പേഴ്സ് കാണാൻ പറ്റും. നാച്ചുറൽ നമ്പേഴ്സിനെ എല്ലാം നമുക്ക് റാഷണൽ നമ്പറിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അല്ലെ. തൊട്ട് മുന്നേ പറഞ്ഞു അല്ലെ. ഇപ്പൊ 8 ആണെങ്കിൽ നമുക്ക് 8/1 എന്ന് പറയാം. ഓക്കെ, നമുക്ക് P/Q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇന്റിജേഴ്സും ഏത് തന്നെയാണ്? ഇന്റിജേഴ്സും ഏതിന്റെ സബ്സെറ്റ് ആണ്? ഇന്റിജേഴ്സും റാഷണൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ഒരു -4 നമുക്ക് P/Q ഫോമിൽ ചെയ്താലോ? -4/1. ഓക്കെ, അപ്പൊ ഇനി വേറെ വരുന്ന ഏതാ? ടി അതായത് എന്താണ്? ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ് നാച്ചുറൽ നമ്പറോ ഇന്റിജേഴ്സോ അതുപോലെ റാഷണൽ നമ്പർ ഇതിൽ ഏതെങ്കിലും ഇറാഷണൽ നമ്പറിന്റെ സബ്സെറ്റ് ആവൂല. കാരണം എന്താണ്? റാഷണൽ നമ്പർ അല്ലാത്ത നമ്പറുകളെയാണ് നമ്മൾ ഇറാഷണൽ നമ്പറുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത് റിയൽ നമ്പറിന്റെ മാത്രം സബ്സെറ്റ് ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. അപ്പൊ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർവെൽസ് ആസ് സബ്സെറ്റ്സ് ഓഫ് ആർ. അതായത് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റുകളെ എങ്ങനെ ഇന്റർവെൽസ് ആയിട്ട് പറയാമെന്നാണ്. ഓക്കെ, വളരെ ശ്രദ്ധിച്ചോ. ഞാനിവിടെ ഒരു സെറ്റ് എടുക്കാം. എന്റെ വില്ലർ ഫോം ആണ് എടുക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇതിനെ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ ഏതെല്ലാം എലിമെന്റ്സ് ആണ് വരിക? ഈ സെറ്റിന്റെ ഉള്ളിലുള്ള എലിമെന്റ്സ് ഏതെല്ലാമാണ്? പറയാൻ എളുപ്പല്ലേ. അതായത് എക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. മാത്രമല്ല എക്സ് എന്ന് പറയുന്നത് 1ന്റെയും 5ന്റെയും ഉള്ളിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതെല്ലാം വരും 2, 3, 4 വരും അല്ലെ. ഇതാണ്
ഈ സെറ്റിന്റെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് അല്ലെ. എന്നാൽ ഞാൻ ഇവിടെ ചെറിയൊരു കാര്യം മാറ്റി കൊടുത്തു. ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ളത് ഞാൻ റിയൽ നമ്പേഴ്സ് എന്നെടുത്തു. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ബിലോങ്സ് ടു ആർ ആണ്. എക്സ് റിയൽ നമ്പേഴ്സിലുള്ളതാണ്. മാത്രമല്ല എക്സ് എന്ന് പറയുന്നത് എന്താ? 1ന്റെയും 5ന്റെയും ഉള്ളിലുള്ളതാണ്. ഇതിനെങ്ങനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റാം? 1ന്റെയും 5ന്റെയും ഉള്ളിലുള്ള റിയൽ നമ്പേഴ്സ് നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. നമ്മൾ റോസ്റ്റർ ഫോമിന് വേണ്ടി ഒരു സെറ്റ് ഓപ്പൺ ചെയ്തു. ഇവിടെ ഫസ്റ്റ് നമ്മൾ ആരെയ്തു? 1ന്റെ തൊട്ടടുത്തുള്ള റിയൽ നമ്പർ ഏതാ? 1.1 ആണോ? 1.1 അല്ലല്ലോ. 1.1ന് മുമ്പ് നമുക്ക് 1.01 ഏതാലോ? 1.01 ആണോ? അപ്പൊ ആൻസർ അല്ല. 1.01ന് മുമ്പ് നമുക്ക് 1.001 എന്ന് പറയാലോ. അപ്പൊ 1ന്റെ തൊട്ടടുത്തുള്ള റിയൽ നമ്പർ ഏതാ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ 1ന്റെയും 5ന്റെയും ഉള്ളിലുള്ള റിയൽ നമ്പേഴ്സ് നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. അത് എത്ര എണ്ണം ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റുമോ? ഇല്ല. ഒരുപാട് വലിയൊരു സംഖ്യയാണല്ലേ അത്. 1 മുതൽ 5 വരെയുള്ള റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. ഓക്കെ, ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ അതിന് നമുക്ക് ഇന്റർവെൽസ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ശരിക്കും ശ്രദ്ധിച്ചോ? ഇവിടെ 1ന്റെയും 5ന്റെയും ഉള്ളിലാണ് എക്സ് വരുന്നത് അല്ലെ, അതിലെ എലമെന്റ്സ് വരുന്നത്. അതിന് നമ്മൾ ഇന്റർവെൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ, 1, 5. ഓക്കെ, ഇത് നമ്മൾ വിളിക്കല് ഓപ്പൺ ഇന്റർവെൽ എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനെ ഇങ്ങനെ വായിക്കലെന്നാണ്. ശരിക്കും ശ്രദ്ധിച്ചോ? ഓപ്പൺ ഇന്റർവെൽ ഫ്രം 1 to 5. ഓക്കെ, ഇത് ഇതേപോലെ ഒരു കർവ് ആയിട്ട് കേട്ടോ. ഓപ്പൺ ഇന്റർവെൽ ഫ്രം 1 to 5. ഓക്കെ, ഇതുപോലെ ആയിരിക്കണം. ഇതിന്റെ മീനിങ് എന്താണെന്ന് പറയാം. ഇതിൽ 1 വരൂല, അതിനെയാണ് നമ്മൾ ഓപ്പൺ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഓപ്പൺ ആണല്ലോ, ഇവിടെ എന്ത് വരൂല? 5 വരൂല. 1ഉം 5ഉം വരാതെ അതിന്റെ ഉള്ളിലുള്ള നമ്പറുകൾ. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ എന്താണിത്? ഇതെങ്ങനെയാണ് വായിക്കുക? ഓപ്പൺ ഇന്റർവെൽ ഫ്രം 1 to 5. ഓക്കെ, നോട്ട് ഞാൻ തരണ്ട്, ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കട്ടോ. അപ്പൊ ഓപ്പൺ ഇന്റർവെൽ എന്താണെന്ന് മനസ്സിലായി. ഇനി ഇവിടെ വേറെയും 3 സിറ്റുവേഷൻസ് വരില്ലോ. ശരിക്കും ശ്രദ്ധിച്ചോ? ഞാൻ ഇവിടെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നുണ്ട്. ഓക്കെ, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഇതിന്റെ അർത്ഥം എന്താ? ഈ എക്സില് 1ഉം വരും 5ഉം വരും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇന്റർവെൽ മാറും. ഇന്റർവെല്ലിന് നമ്മൾ ഉപയോഗിക്കുന്ന സൈൻ എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. ഇത് നമ്മൾ വായിക്കുന്നതാണ് ക്ലോസ്ഡ് ഇന്റർവെൽ ഫ്രം 1 to 5. ഇതെന്താണ് വിളിക്കുക? ക്ലോസ്ഡ് ഇന്റർവെൽ. ഇതുപോലെ ആയിരിക്കും സൈൻ. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താ? ഇതിൽ 1 വരും, അതുപോലെ 5ഉം വരും. ഓക്കെ, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ നമ്മൾ ഇതുപോലെ എഴുതണം. ഓക്കെ, ഇതിനാണ് നമ്മൾ പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ. ഓക്കെ ആണല്ലോ. ഇനി ഇങ്ങനെ വരില്ലോ, ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെയാണെങ്കിൽ ഇതിനർത്ഥം എന്താ? 5 ഇതിൽ വരൂല, 5 വരൂല. അപ്പൊ നമ്മൾ ഇവിടെ എന്താക്കി കൊടുക്കണം? ഓപ്പൺ ആയിരിക്കണം. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെൽ ഫ്രം 1 to 5. ഓക്കെ ആണല്ലോ. ഇനി ഇത് തിരിച്ചാണെങ്കിലോ, 5 ഇതിൽ വരും, 1 വരൂല. അപ്പൊ അങ്ങനെ നമ്മൾ എന്തായിരിക്കും ഇവിടെ? ഓക്കെ, ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഓപ്പൺ ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും? ക്ലോസ് ആയിരിക്കും. അതായത് ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവെൽ ഫ്രം 1 to 5. ഓക്കെ ആണല്ലോ. സംഗതി വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതെല്ലാം എന്താണ്? റിയൽ നമ്പറുകളുടെ സബ്സെറ്റ് ആണല്ലോ. അല്ല, ഇത് എന്താണ്? റിയൽ നമ്പറിന്റെ സബ്സെറ്റ് ആണ്. ഓക്കെ, ഇവിടെ നോക്കൂ, 1, 5 ഇതെന്താണ്? റിയൽ നമ്പറിന്റെ സബ്സെറ്റ് ആണ്. അതിനെ നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്തു? ഇന്റർവെൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാണ് കേട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റുകളെ നമ്മൾ എങ്ങനെയാണ് ഇന്റർവെൽസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാന്നാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ അതിൽ 4 സിറ്റുവേഷൻസ് പഠിച്ചു. ഓപ്പൺ ഇന്റർവെൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, അതുപോലെ ക്ലോസ്ഡ് ഇന്റർവെൽ ആവാം, അതുപോലെ ഓപ്പൺ ക്ലോസ്ഡ് ആവാം, ക്ലോസ്ഡ് ഓപ്പൺ ആവാം. ഓക്കെ, ഇനി ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇതിന്റെ ഒരു നോട്ട് തരാം കേട്ടോ. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തോളൂ. If A, B belongs to R, so that A less than B. ഓക്കെ, ഇവിടെ ആ കണ്ടീഷനോട് ഫസ്റ്റ് എടുക്കുന്നത് എന്തായിരിക്കണം? സെക്കൻഡിനേക്കാൾ ചെറുതായിരിക്കണം കേട്ടോ. നമ്മൾ നേരത്തെ 1, 5 എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൽ 1 എന്താവണം? 5നേക്കാൾ ചെറുതാവണം. 1 5നേക്കാൾ ചെറുതാവണല്ലോ അല്ലെ. അതായത് ഫസ്റ്റ് സെക്കൻഡിനേക്കാൾ ചെറുതായിരിക്കണം. So that A less than B, then we may define 4 types of intervals as follows. Okay, ഫസ്റ്റ് ഒന്നാ പറയുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. എ ബി എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പേഴ്സിലെ നമ്പറുകളാണ്. മാത്രമല്ല എ എന്ന് പറയുന്നത് ബിനേക്കാൾ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 ടൈപ്സ്
ഇന്റർവെൽസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് ഒന്ന് എന്താണെന്ന് നോക്കാം. ഓപ്പൺ ഇന്റർവെൽ. എന്തായിരുന്നു ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ? ഓപ്പൺ ഇന്റർവെൽ എന്താണ്? ഇതാണല്ലേ ഓപ്പൺ ഇന്റർവെൽ. ഓപ്പൺ ഇന്റർവെൽ ഫ്രം എ ടു ബി. ഇതിന്റെ പ്രത്യേകത എന്താ? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. അപ്പൊ ഓപ്പൺ ഇന്റർവെല്ലിൽ നമ്മൾ എങ്ങനെയാണ് ഇതുപോലെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇതിനർത്ഥം എന്താ? ഇതിൽ എ വരൂല, ബി വരൂല, അതിന്റെ ഉള്ളിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും വരും. ഓക്കെ ആണല്ലോ. സെക്കൻഡ് വൺ എന്താണ്? ഓപ്പൺ ഇന്റർവെൽ, ക്ലോസ്ഡ് ഇന്റർവെൽ അല്ലെ. ക്ലോസ്ഡ് ഇന്റർവെൽ എങ്ങനെ പറയാം? പറഞ്ഞോളൂ. പറയാലോ, ഇതേപോലെ പറയാം അല്ലെ. എന്താണ് ക്ലോസ്ഡ് ഇന്റർവെൽ ഫ്രം എ ടു ബി? ഇതിന് അർത്ഥം എന്താ? സെറ്റ് ഓഫ് ഓൾ എക്സ് എച്ച്. ഇതിനുള്ളിൽ വരുന്ന എലമെന്റ്സ് എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ എക്സ് എച്ച് എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കും അല്ലെ. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ പറയാ? ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവെൽ. ഓക്കെ, ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവെൽ. ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവെൽ എങ്ങനെയാണ്? ഇവിടെ എ ഓപ്പൺ ആയിരിക്കും, ബി എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. എന്താ? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഓക്കെ, ബി ഉണ്ട് അല്ലെ, പക്ഷെ എന്തുണ്ടാവില്ല? എ ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഇതിലെ ഫോർത്ത് വൺ എന്ന് പറയുന്നത് എന്താ? ഫോർത്ത് വൺ എന്താ? ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെൽ. അതെങ്ങനെയായിരുന്നു? ക്ലോസ്ഡ് അല്ലെ. എ എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. ബി എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും അല്ലെ. ഇതിലുള്ള എലമെന്റ്സ് എങ്ങനെ ആയിരിക്കും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എ എന്തായിരിക്കും? ഉണ്ടായിരിക്കും അല്ലെ. എ ഉണ്ടായിരിക്കും, ബട്ട് ബി ഇല്ല. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് ഇന്റർവെൽസ് റെപ്രസെന്റേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെല്ലാം നമുക്ക് റിയൽ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഈ 4 ഇന്റർവെൽസിനെ നമ്മൾ റിയൽ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇപ്പോ 1 ലെസ് ദാൻ 1 നമ്മൾ നേരത്തെ എടുത്തു. ഒരു 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഇന്റർവെല്ലിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? പറഞ്ഞോളൂ. എങ്ങനെയാണ്? 2 5 അല്ലെ. എന്താണ്? എന്ത് ഇന്റർവെല്ലാണ്? ഓപ്പൺ ആണ് അല്ലെ. കാരണം എന്താ? 2 ഇതിൽ വരുന്നില്ല, 5 വരുന്നില്ല. ഇതിനെങ്ങനെ നമ്മൾ റിയൽ നമ്പറിൽ റെപ്രസെന്റ് ചെയ്യുന്നു? സെൻട്രൽ ആര് വരും? 0 അല്ലെ. 1 2 3 4 5 6 -1 -2 -3 -4. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ഇതിൽ ഏതെല്ലാം നമ്പറുകളാണ് വരുന്നത്? 2ന്റെയും 5ന്റെയും ഉള്ളിലുള്ള എല്ലാ റിയൽ നമ്പറുകളും വരും അല്ലെ. അപ്പൊ ഈ റിയൽ ലൈനിൽ നമ്മൾ ഇവിടെ ആയിരിക്കും. 2 ഇവിടെയാണ്, 5 ഇവിടെയാണ് അല്ലെ. അപ്പൊ ഈ 2 മുതൽ 5 വരെയുള്ള നമ്പറുകളെല്ലാം വരും. ഓക്കെ, 2 മുതൽ 5 വരെയുള്ള നമ്പറുകൾ. പക്ഷെ 2ഉം 5ഉം ഇവിടെ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഇതേപോലെ ഒരു റൗണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ റൗണ്ട് ആക്കിയിടാൻ കാരണം? ഈ 2ഉം 5ഉം ഇവിടെ ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ ആണല്ലോ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ തന്നെ നോക്കാം നമുക്ക്. 2 ഉണ്ട് 5 ഉണ്ടെങ്കിലോ ഇതെന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും അല്ലെ. ക്ലോസ്ഡ് ഇന്റർവെൽ ഫ്രം 2 to 5. അപ്പൊ ഇവിടെ എന്തായിരിക്കും? റൗണ്ട് ആക്കിയാണ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും. ഇനി ഒരു ഭാഗത്ത് ഇവിടെ ക്ലോസറും ഇവിടെ ഓപ്പൺ ആണെങ്കിലോ ഇവിടെ റൗണ്ട് ചെയ്യണോ? അവിടെ ഇങ്ങനെ ഡാർക്ക് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഇനി തിരിച്ചു വരാം അല്ലെ. ഇവിടെ ഓപ്പൺ ആവാം, ഇവിടെ എന്താവാം? ക്ലോസ്ഡ് ആവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇതുപോലെ ആക്കണം, ഇവിടെ നമ്മൾ ഇതുപോലെ ഷെയ്ഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ റിയൽ ലൈനിൽ ഇതെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ എയും ബിയും ഒക്കെ വെച്ചിട്ട് ജനറൽ ആയിട്ടും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം.
ഓക്കെ, അപ്പൊ ഇത് ഇത്രയും മനസ്സിലായിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പവർ സെറ്റ്. പവർ സെറ്റ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിന്റെ പവർ സെറ്റ് എന്താണ് എന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ശരിക്കും ശ്രദ്ധിച്ചോ. ഞാൻ ഇവിടെ ഒരു സെറ്റ് എടുക്കുന്നുണ്ട്, ഒരു ചെറിയൊരു സെറ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റ്. അതിന്റെ ഉള്ളിൽ ആകെ 2 എലമെന്റ്സേ ഉള്ളൂ, 1 2. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റുകൾ ഏതെല്ലാമാണെന്ന് പറയാൻ പറ്റും? ഏതെല്ലാം സെറ്റുകൾ ഇവിടെ എയുടെ സബ്സെറ്റ് ആവും? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ് 5 എന്ന് പറയുന്നത് അല്ലെ. എം ടി സെറ്റ് എന്ന് പറയുന്നത് എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആണ്. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റുകളിൽ ഉറപ്പായിട്ടും ആരുണ്ടാവും? എം ടി സെറ്റ് ഉണ്ടാവും, അതായത് 5 ഉണ്ടായിരിക്കും അല്ലെ. പിന്നെ അതുപോലെ നമ്മൾ ഈക്വൽ സെറ്റ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഒരു സെറ്റ് എന്ന് പറയുന്നത് ആ സെറ്റിന്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ സെറ്റ് 1 2 എന്ന് പറയുന്നത് ഏതിന്റെ സബ്സെറ്റ് ആയിരിക്കും? ഏതിന്റെ സബ്സെറ്റ് ആയിരിക്കും? എയുടെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലായിടത്തും ഉണ്ടാവും. നിങ്ങൾ ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റുകൾ ആരൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ 2 ആള് എന്തായാലും അതിലുണ്ടാവും. ആരൊക്കെയാണ്? എം ടി സെറ്റും ഉണ്ടാവും, അതുപോലെ ആ സെറ്റും ഉണ്ടാവും. ഓക്കെ, ആ സെറ്റ് എന്താണോ ആ സെറ്റും ആ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. എം ടി സെറ്റും എന്തായിരിക്കും? ആ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഇനി ഇവർ 2 പേര് മാത്രമേ എ എന്ന സെറ്റിന്റെ സബ്സെറ്റ് ആയിട്ടുള്ളൂ? അല്ലല്ലോ. സെറ്റ് ഓക്കെ 1 ഇതൊരു സെറ്റ് ആണല്ലേ. 1 എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടൺ സെറ്റ് ആണ്. ഇതും ഏതിന്റെ സബ്സെറ്റ് ആണ്? എയുടെ സബ്സെറ്റ് ആണല്ലോ. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ 2. ഓക്കെ, ഇവിടെ 2 എന്ന് പറയുന്നത് എന്താ? 2 എന്ന് പറയുന്നത് സിംഗിൾ ടൺ സെറ്റ് ആണ്. ഇതും എന്ത് തന്നെയാണ്? എ എന്ന സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഓക്കെ, നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? പവർ സെറ്റ് ഓഫ് എ സെറ്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഈ എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു, അതിന്റെ എല്ലാ സബ്സെറ്റുകളും ഇങ്ങനെ എഴുതിയില്ലേ. ഇത് തന്നെയാണ് പവർ സെറ്റ്. എന്താണ് പവർ സെറ്റ് എന്ന് പറയാം? ഈ ഒരു സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളെയും ചേർത്തിട്ടുള്ള സെറ്റിനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന ഈ സെറ്റിന്റെ പവർ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ എല്ലാ സബ്സെറ്റുകളും ചേർന്ന ആ വലിയ സെറ്റിനെയാണ് നമ്മൾ അതിന്റെ പവർ സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാം, പി ഓഫ് എ ഈക്വൽ ടു. ഓക്കെ, മനസ്സിലായല്ലോ. നമുക്കൊരു എക്സാമ്പിൾ കൂടെ ചെയ്ത് നോക്കാം. നമുക്കൊരു സെറ്റ് എടുക്കാം, ഒരു ബി എന്ന സെറ്റ് എടുക്കാം. ബി എന്ന സെറ്റിന്റെ ഉള്ളിലുള്ള എലിമെന്റ്സ് സ്മോൾ ലെറ്റർ എ ബി സി. ഓക്കെ, ഇതിന്റെ പവർ സെറ്റുകൾ ആരെല്ലാം ആണ്? ഇതിന്റെ പവർ സെറ്റ് എന്ന് പറയുന്നത് എന്താണ് പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ? കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ആണല്ലേ. ഇതിന്റെ എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷന്റെ ആ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പവർ സെറ്റ് എന്ന് പറയാം. ഇതിന്റെ ഈ എ ബി സി എന്ന് പറയുന്ന ഈ എലിമെന്റ്സ് ഉള്ള ഈ സെറ്റിന്റെ സബ്സെറ്റുകൾ ആരെല്ലാം ആയിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു 2 ആൾ എന്തായാലും ഉണ്ടാവും. ആരുണ്ടാവും? 5 ഉണ്ടായിരിക്കും, പിന്നെ സെയിം സെറ്റ് ഉണ്ടായിരിക്കും അല്ലെ. എ ബി സി ഉണ്ടായിരിക്കും. ഓക്കെ, വേറെ ആര് വരും? എ വരുമല്ലോ, എ വരും, അതുപോലെ ബി വരും, പിന്നെ ആര് വരും? സി വരും. ഓക്കെ, കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ 2 എണ്ണം വെച്ചെടുക്കാം. ബാക്കി വരും എ ബി വരും. ഓക്കെ, പിന്നെ ആര് വരും? ബി സി വരും അല്ലെ. ബി സി വരും. ഇനി ഉണ്ടോ? എ സി വരുമല്ലോ. ഇതെല്ലാം എന്താണ്? ബി എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റുകളാണല്ലേ ഇവരെല്ലാം ചേർന്നത്. ഇനി വേറെ ആരും വരും? വേറെ ആരും വരില്ല. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? നമുക്ക് 1 2 3 4 5 6 7 8 എലമെന്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് പവർ. ഓക്കെ, ഇവിടെ പവർ സെറ്റ് ഓഫ് എ എല്ലാം പവർ സെറ്റ് ഓഫ് ബി ആണ്. ബി എല്ലാം സെറ്റ് ആയിട്ട് എടുത്തത് മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പവർ സെറ്റ്? ഒരു സെറ്റിന്റെ പവർ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളെയും ചേർത്തിട്ടുള്ള ആ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. If A is any set, then the set of all possible subsets of A is named as power
set of A and denoted by P of E. മനസ്സിലായല്ലോ? അപ്പൊ ഇതിനാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ എക്സാമ്പിൾ ആയിരുന്നു. ഇതിന് മുന്നേ നമ്മളൊരു എക്സാമ്പിൾ ചെയ്തു. ഓക്കെ ആണല്ലോ?